ജീവിത വഴികളിൽ കയപ്പ് കലർന്ന കടമ്പകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ എപ്പോഴൊക്കെയോ പതറേണ്ടി വന്നെങ്കിൽ ഇപ്പോൾ ആത്മവിശ്വാസം മുറുകെ പിടിക്കുകയാണ് പാലക്കാട് വാണിയംകുളം TRK ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കോതയൂർ ചോലക്കൽ വീട്ടിൽ രഞ്ജിത്ത്. ജന്മന ഓട്ടിസം ബാധിച്ച 17-കാരനായ സഹോദരനും അസുഖബാധിതരായ മാതാപിതാക്കളും അടങ്ങുന്ന രഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ മുന്നോട്ടു പോക്കിന് വെളിച്ചമാകുന്നത് LED ബൾബ് നിർമ്മാണമാണ്. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ മണ്ഡലത്തിൽ നടപ്പാക്കിയ മാനത്തോളം എന്ന പദ്ധതിയുടെ ഭാഗമായി രഞ്ജിത്തും മാതാവ് 50-കാരി രാജേശ്വരിയും ചേർന്നാണ് ബൾബ് നിർമ്മാണം പഠിച്ചത്. പരിശീലനത്തിൽ 13-കാരൻ്റെ മികവും താൽപ്പര്യവും കണ്ടതോടെ ബൾബ് നിർമ്മിക്കാനുള്ള യൂണിറ്റും ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ അനുവദിച്ചു നൽകി. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ രഞ്ജിത്ത് ബൾബ് നിർമ്മിക്കാൻ തുടങ്ങും. ഒരു കൈ സഹായത്തിന് അമ്മ രാജേശ്വരിയും ഒപ്പമുണ്ടാകും. ഒഴിവുള്ള നേരത്ത് ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് സ്വയം തൊഴിലായിട്ട് എൻ്റെ അമ്മേനെയും ഏട്ടനെയും അച്ഛനെയും ഞാൻ നോക്കണം. എൻ്റെ ഏട്ടന് വയ്യാത്തതാണ്, അച്ഛന് അമ്മയ്ക്ക് അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ കുടുംബത്തിനെ ഞാൻ നോക്കണു. ഞാൻ LED ബൾബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് ഞാൻ വാണിയംകുളം ടൗണിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒക്കെ മേടിക്കാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ ചിലപ്പോൾ സഹായിക്കാറുമുണ്ട്. നിർമ്മിക്കുന്ന ബൾബുകൾ സൈക്കിളിൽ വാണിയംകുളം ടൗണിലും അയൽ വീടുകളിലും ടൗണിലും ഒക്കെയായി വിൽപ്പന നടത്തും. വിറ്റ് കിട്ടുന്ന ലാഭം സഹോദരൻ്റെ ചികിത്സാ ചെലവിനും കുടുംബത്തിൻ്റെ മുന്നോട്ടുപോക്കിനുമായി ഉപയോഗിക്കും. ഒരു ബൾബ് വിറ്റാൽ 30 രൂപ മുതൽ 50 രൂപ വരെ ലാഭം ലഭിക്കുമെന്ന് രഞ്ജിത്ത് പറയുന്നു. കിട്ടുന്ന ഓർഡറിനനുസരിച്ച് ഉറക്കമൊഴിച്ചിരുന്നെല്ലാം രഞ്ജിത്ത് ബൾബുകൾ നിർമ്മിക്കും. അവധി ദിവസങ്ങളിൽ ബൾബ് വിൽപ്പന തന്നെയാണ് രഞ്ജിത്തിൻ്റെ പരിപാടി. എൻ്റെ മൂത്ത മോൻ ഓട്ടിസത്തിൻ്റെ പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ഒരു ഇതിൽ ഒറ്റപ്പാലം BRCയുടെ ചെയ്യുന്ന ഒരു പരിശീലനം കിട്ടിയതാണ്. അവൻ്റെ ചെറിയ മോനാണ് അത് ചെയ്യുന്നത്. LED ബൾബ് ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനും അവനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിനും എനിക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ അവനെ സഹായിക്കുന്നുണ്ട്. സ്വന്തം കുടുംബത്തെ നയിക്കുന്നത് 8ാം ക്ലാസ്സുകാരനായ ഇളയ മകനാണെന്ന് അഭിമാനപൂർവ്വമാണ് മാതാവും വിദ്യാലയവുമൊക്കെ പറയുന്നത്. പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി മുന്നേറുന്ന രഞ്ജിത്തിന് നാടിൻ്റെ വലിയ പിന്തുണയുമുണ്ട്.